അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. LDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റിരിക്കുന്നു. 4 കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. 1, ജനങ്ങൾ LDF-നെതിരായി ഒന്നടങ്കം വോട്ട് ചെയ്തിരിക്കുന്നു. 2, CPM-നെതിരായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. 3, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. 4, CPM-ന്റെ അണികൾ തന്നെ CPM-നെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം മത്സരിച്ച 20 മന്ത്രിമാർ, കൃഷ്ണൻകുട്ടിയാണ് മാറിയുന്നത്. ആ 20 മന്ത്രിമാരിൽ 13 പേരും തോറ്റ ചരിത്രം കൂടി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനുണ്ട്. കാലങ്ങളായി കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഇടതു നേതാക്കൾക്ക് കാലിടറി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാജയം പാർട്ടി സംസ്ഥാനത്തിലായിക്കോട്ടെ കൊല്ലത്തിലായിക്കോട്ടെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. കാരണം ഭരണപരമായി ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ വികസനത്തിലും വളരെ മുൻപന്തിയിൽ തന്നെ മുമ്പോട്ട് പോയൊരു ഗവൺമെന്റും പ്രവർത്തനങ്ങളുമാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പരാജയപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഇങ്ങനൊരു ജനവിധി വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും എന്താണ് അതിന്റെ കാരണങ്ങളെന്നുള്ളത് പാർട്ടി പരിശോധിക്കും. പാർട്ടി അത് സംബന്ധിച്ച് തിരുത്തേണ്ടത് തിരുത്തും. ഭരണത്തിലുള്ളപ്പോഴും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇനിയിപ്പോൾ ഇങ്ങനൊരു ജനവിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. അവസാനത്തെ പുനഃസംഘടന നടന്നതിന് ശേഷം ഇതുപോലൊരു തിരിച്ചടി നേരിട്ടിട്ടില്ല ജില്ലയിലായിക്കോട്ടെ. അതിനു മുൻപ് 2001 9 MLA അവരൊക്കെ UDF-നുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊരു MLA ആയിട്ട് CPM-ന്റെ കാര്യം ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ റിസൾട്ട് വന്നിട്ട് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായാൽ ഉറപ്പായും പാർട്ടി അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പരിശോധിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതുപോലെ തന്നെ പാർട്ടി ഘടകങ്ങൾ പരിശോധിക്കും. പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള സഖാക്കൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയും. ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനത്തിനകത്ത് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിറന്നോട്ടില്ല. ഭരണത്തിൽ നിന്ന ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനമാണല്ലോ ചെയ്തത്. അത് തുടർന്ന് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ജനവിധിയെ സംബന്ധിച്ച് എന്താണ് കാരണങ്ങളെന്നുള്ളത് പരിശോധിച്ച് തിരുത്തി മുമ്പോട്ട് പോകും. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. എക്സിറ്റ് പോളുകൾ വരുമ്പോൾ പോലും UDF-നൊക്കെ ഒരു 80-85 വരെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും LDF നേതാക്കൾ പറഞ്ഞത് 75-നകത്ത് സീറ്റെങ്കിലും ഒക്കെ വിജയം ഉണ്ടാകുമെന്നുള്ളത്. ഒരു അണ്ടർ കറണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു UDF-ന്റെ ഒരു സ്യൂപ്പിന് കാരണമായതല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സഖാവ് M. സ്വരാജ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് അനർഹമായ ഒരു പരാജയമാണെന്നുള്ളത്. M. സ്വരാജ് പറഞ്ഞിരിക്കുന്ന കാര്യം അനർഹമായ ഒരു തോൽവിയാണ് ഇതെന്നാണ്. സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നന്ദിയില്ലാത്തവന്മാരെ എന്നുള്ള വിളിയാണ്. വോട്ട് കിട്ടാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ നന്ദിയില്ലാത്തവരെ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതം നോക്കിയാലും അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ മാതാപിതാക്കളുടെ വരെ കാര്യങ്ങൾക്കകത്ത് ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. കുട്ടികളുടെ കാര്യത്തിൽ, സ്കൂള്, എല്ലാത്തിലും വളരെ ജനപക്ഷത്ത് നിന്ന് ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിധി വന്ന സ്ഥിതിക്ക് ജനവിധി ബഹുമാനിക്കുകയും അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ തന്നെ? അതായത് കണ്ണൂർ പോലുള്ള ഒരു ശക്തിയുക്തമായ കേന്ദ്രത്തിലുണ്ടായ തിരിച്ചടി, അതും പാർട്ടി കൃത്യമായി പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകുമല്ലോ. അപ്രതീക്ഷിതമായാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അവിടെ മത്സരിക്കുന്നു, ആ സീറ്റിൽ അവിടെ പരാജയപ്പെടുന്നു. അതായത് മന്ത്രി ബിന്ദു പരാജയപ്പെടുന്നു. അങ്ങനെയൊക്കെ വലിയ 15-ലധികം മന്ത്രിമാർ പരാജയത്തിന്റെ അടുത്തെത്തി നിൽക്കുകയായിരുന്നു.
എന്താണ് ഇതിന്റെ എല്ലാം കാരണങ്ങളെന്നുള്ളത് തീർച്ചയായും പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞും പരിശോധിക്കാറുള്ളത് പോലെ തന്നെ പരിശോധിക്കും. പാർട്ടി ഏറ്റവും ജനങ്ങൾക്ക് നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള സഖാക്കളെ തന്നെയാണ് സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ഇവിടെ ചോദിച്ചതുപോലെ ആരെങ്കിലും തമ്മിലുള്ളൊരു ബന്ധമല്ല സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായിട്ടുള്ളത്. മറിച്ച് അവർ പാർട്ടിയിൽ ഏറ്റവും ആഴത്തിൽ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള സഖാക്കളാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച ശേഷമേ പാർട്ടി നേതൃത്വമാണ് അത് സംബന്ധിച്ച് പറയുക. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുകയും തിരുത്തുകയും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ പോരാട്ടവും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പ്രതിപക്ഷത്താവുന്ന സമയത്ത് സമാനതകളില്ലാത്ത രീതിയിൽ സമരങ്ങളിലൂടെ ശക്തിപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇനിയൊരു 5 വർഷം അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാകും. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇപ്പം ഡിവൈഎഫ് എന്നുള്ള നിലയിലായാലും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആയാലും സമരം ചെയ്യേണ്ട ഘട്ടങ്ങളിൽ സമരം ചെയ്യും. പോയി പണിയെടുത്ത് ജീവിക്കണോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.